everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ടെൻസസിന്റെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ പലവർക്കും ടെൻസസ് ഒരു ഹാർഡ് ടോപ്പിക് ആണ് എന്നുള്ള ഒരു വിചാരമുണ്ട്. പക്ഷേ നമ്മൾ ടെൻസസ് നന്നായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക് ടെൻസസ് ആയി മാറും. എന്തുകൊണ്ടാണ് ടെൻസസ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഉപകാരം? നമുക്ക് ഇപ്പോൾ പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്നൊരു കാര്യം, ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നമുക്ക് ടെൻസസ് പഠിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ഫോം ചെയ്യേണ്ട സെന്റൻസുകൾ ടെൻസസ് പഠിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എന്താ പഠിച്ചത്? നമ്മൾ ഏതൊരു സെന്റൻസ് ഫോം ചെയ്യണമെങ്കിലും അതിലൊരു സെന്റൻസ് സ്ട്രക്ചർ ഉണ്ട്. അതെന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് വേർബ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? അവരെയാണ് സബ്ജക്റ്റ് എന്ന് പറയാം. ഇനി അവിടെ ഓക്സിലറി ആയിട്ട് ഏതാ വന്നത്? ഡു അല്ലെങ്കിൽ ഡസ് വന്നു, പിന്നെ വേർബ് പറഞ്ഞു, അതായത് വേർബിന്റെ ബേസ് ഫോം പറഞ്ഞു. അപ്പോൾ അവിടെ ഐ യു വി ദേ ആണെങ്കിൽ എന്താണ് ഓക്സിലറി വരിക? അവിടെ ഡു ആണ് ഓക്സിലറി വരിക പ്ലസ് വേർബിന്റെ ബേസ് ഫോം. അവിടെ ഹി ഓർ ഷീ സബ്ജക്റ്റ് ആയിട്ട് വരാണെങ്കിലോ അവിടെ ഓക്സിലറി ആയിട്ട് വരാ ഡസ് ആണ്, പിന്നെ എന്താണ് വേർബിന്റെ ബേസ് ഫോം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പറയാ, അവൻ കളിക്കുന്നു എന്നിങ്ങനെ നമ്മൾ പറയാ. അപ്പൊ സബ്ജക്റ്റ് എന്താണ്? ഹി ആണ്. അവിടുത്തെ ഓക്സിലറി എന്താണ്? ഡസ് ആണ്. വേർബ് എന്താണ്? പ്ലേ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു ഈ ഡസ്സിനെ നമ്മൾ പ്ലേയുടെ ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഡസ്സിന്റെ എസ് വേർബിന് കിട്ടും എന്ന് പഠിച്ചു. അപ്പൊ എന്താണ് ആൻസർ? ഹി പ്ലേസ് എന്നാവും. എന്നാൽ അതേ സ്ഥാനത്ത് അവിടെ ദേ ആണെങ്കിലോ, അവർ കളിക്കുന്നു എന്നാ നമുക്ക് പറയണ്ടെങ്കിലോ നമ്മൾ ഇങ്ങനെ എഴുതാം, ദേ പ്ലസ് ഇവിടുത്തെ ഓക്സിലറി എന്താണ്? ഡു ആണ്. അപ്പൊ ദേ ഡു പ്ലേ. നമ്മൾ പഠിച്ചു പ്ലേയുടെ ബാക്കിലേക്ക് ഡു പോകുമ്പോൾ ഡു ഇൻവിസിബിൾ ആവുന്നു. അപ്പൊ എന്താ നമുക്ക് ആൻസർ കിട്ടുക? ദേ പ്ലേ എന്നാവും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ അവിടുത്തെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഇവിടെ ഓക്സിലറി ആയിട്ട് ഏതാ വരുന്നത്? ഈസ്, ആം, ആർ പ്ലസ് വേർബ് പ്ലസ് ing. അവൾ നടക്കുകയാണ് എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞേ? ഷീ ഈസ് വാക്കിംഗ്. ഇനി അവർ നടക്കുകയാണ് എന്ന് എങ്ങനെ പറയാ? ദേ ആർ വാക്കിംഗ്. ഞാൻ നടക്കുകയാണ് എന്ന് എങ്ങനെ പറയാ? ഐ ആം വാക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് കഴിഞ്ഞ ഒരു 2 വീഡിയോയോട് കൂടി നമുക്ക് ടെൻസസിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ പിക്ചർ 12 ടെൻസസ് നമുക്ക് അത്രയും നന്നായി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇപ്പം നമുക്ക് പറയണം അവൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയണം. ഈ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. അതായത് എഴുതിയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ എന്താ പഠിച്ചത്? അവൻ എഴുതുന്നു എന്ന് പറയാൻ പഠിച്ചു, അതുപോലെ തന്നെ അവൻ എഴുതുകയാണ് എന്ന് പറയാൻ പഠിച്ചു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അവൻ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സെൻറ്റൻസുകളൊക്കെ കേൾക്കുമ്പോൾ പലവർക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഇത് മുൻപ് ചെയ്തൊരു പ്രവൃത്തിയല്ലേ, അപ്പം ഇങ്ങനെ ഇത് പ്രസന്റ് ടെൻസിൽ വരാം എന്ന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയണം. അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയാം? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ക്ഷണിച്ചേക്കുന്ന ഒരു കാര്യം, അതായത് ആ ഒരു ഫങ്ഷൻ മേ ബി ഒരു മാസം കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, അടുത്ത ആഴ്ചയായിരിക്കാം, 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം. അപ്പോൾ നമ്മളത് അവിടെ കോമൺ ആയിട്ട് പറയാണ്, അവൻ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആ ചെയ്തൊരു പ്രവൃത്തിയുടെ, അതായത് ആ ഒരു പ്രവൃത്തി എന്താണ് അവിടുത്തെ പ്രവൃത്തി? ക്ഷണിച്ചതാണ് അവിടുത്തെ പ്രവൃത്തി, അതായത് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ആ ഇൻവൈറ്റ് ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? അവരാണ് സബ്ജക്റ്റ്. ഇവിടെ ഓക്സിലറി ആയിട്ട് വരുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേർബിൻ്റെ തേർഡ് ഫോം ആണ്. അപ്പോൾ നമ്മൾ ഹാസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഹാസ് നമ്മൾ യൂസ് ചെയ്യുക സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഹി ഓർ ഷീ വരുമ്പോഴാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുക. അപ്പോൾ ഹാവ് എപ്പോഴാണ് യൂസ് ചെയ്യുക?
ഹാവ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ യു വി ദേ വരുമ്പോഴാണ് ഹാവ് യൂസ് ചെയ്യുക. ഇവിടെ ഐയും യുവും സിംഗുലർ ആണെങ്കിലും നമ്മൾ ഐയും യുവും വരുമ്പോൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഹാസ് അല്ല. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഹീ ഷീയുടെ ഒപ്പം ഹാസും ഐ യു വി ദേ വരുമ്പോൾ ഹാവുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി വേർബിൻ്റെ തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഏതൊരു വേർബിനും 3 ഫോംസ് ഉണ്ട്. അതായത് ബേസ് ഫോം, പാസ്റ്റ് ടെൻസ്, അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അപ്പോൾ ബേസ് ഫോം എന്ന് പറയുന്നത് ആ വേർബിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഫോംസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേർബിൻ്റെ തേർഡ് ഫോമാണ്. അപ്പോൾ മിക്ക വേർഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാസ്റ്റ് ടെൻസും അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും നമുക്ക് കിട്ടുന്നതായിരിക്കും. കുറേ വേർഡ്സിന് അങ്ങനെ ഉണ്ടായിരിക്കും, പക്ഷെ ചില വേർബ്സിനൊക്കെ നമ്മൾ ഇറഗുലർ വേർബ്സ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇപ്പോൾ ഡാൻസ് എന്നുള്ളൊരു വേർഡ്, ഇതേ ഒരു വേർഡിനെ നമുക്ക് എങ്ങനെ പാസ്റ്റ് ടെൻസ് ആക്കാൻ പറ്റുക? ഡാൻസ്ഡ് എന്ന് പറയാം. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് കളിച്ചിട്ടുണ്ട്, നൃത്തം ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് വേർബിൻ്റെ തേർഡ് ഫോം. അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയുക? ഡാൻസ്ഡ് എന്നാണ്. അതുപോലെ കുറേ വേർഡ്സ് ഉണ്ട്. ഇവിടെയൊക്കെ ഈസിയാണ്, ഇവരൊക്കെ റെഗുലർ വേർബ്സ് എന്നാണ് പറയുക. കാരണം നമ്മൾ വേർബിൻ്റെ ഒപ്പം ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും. അതുപോലത്തെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. ആഡ്, added, added. Allow, allowed, allowed. Boil, boiled, boiled. ഇനി കുറച്ച് ഇറഗുലർ വേർബ്സിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കാം. അപ്പോൾ കുറേ വേർഡ്സുകളൊക്കെ നമ്മളൊരു വട്ടം വായിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ്, ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റും. നമുക്ക് ആ കേട്ടൊരു പരിചയം ഉണ്ടായാൽ മതി. അപ്പോൾ ഡ്രൈവ്, ഡ്രൈവിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഡ്രോവ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രിവൺ ആണ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഫാൾ, ഫെൽ, ഫാളൻ. ഫൈറ്റ്, fought, fought. Forgive, forgave, forgiven. Freeze, froze, frozen. Grow, grew, grown. Sleep, slept, slept. Speak, spoke, spoken. Take, took, taken. Write, wrote, written. Sing, sang, sung. Take, took, taken. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ് റെഗുലർ വേർബ്സിൻ്റെ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം. അവൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയണം. അപ്പം നമ്മൾ പഠിച്ചു നമ്മുടെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം ആണ് എന്ന് പഠിച്ചു. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഷീ ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഓക്സിലറി വരാൻ ഞാൻ പറഞ്ഞു, ഹീ ഷീ ആവുമ്പോൾ നമ്മൾ ഹാസ് യൂസ് ചെയ്യണം എന്ന്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി ഏതാണ്? ഹാസ് ആണ്. ഇനി ഇവിടുത്തെ വേർബ് ഏതാണ്? വേർബ് എന്ന് പറയുന്നത് റൈറ്റ് ആണ്. അപ്പോൾ റൈറ്റിൻ്റെ തേർഡ് ഫോം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നാണ്. അപ്പോൾ എന്താണ് ആൻസർ വരാ? ഷീ ഹാസ് റിട്ടൺ എന്നായി. ഇനി അവൻ എടുത്തിട്ടുണ്ട്, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഹീ ആണ്. ഹാസ്, ഇവിടുത്തെ വേർബ് എന്താണ്? ടേക്ക് ആണ്. അപ്പോൾ ടേക്കിനെ നമ്മൾ എങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കാം? ടേക്ക്, ടുക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ. അപ്പോൾ എന്താണ് ആൻസർ? ഹീ ഹാസ് ടേക്കൺ. ഇനി അവർ പഠിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലാക്കാം? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ദേ ആണ്. അപ്പോൾ ദേ വരുമ്പോൾ എന്താണ് ഓക്സിലറി വരാ? ഹാവ് ആണ്. അപ്പോൾ ദേ ഹാവ്. വേർബ് ഏതാണ്? സ്റ്റഡി ആണ്. അപ്പോൾ സ്റ്റഡിയുടെ തേർഡ് ഫോം സ്റ്റഡീഡ്. ദേ ഹാവ് സ്റ്റഡീഡ്. ഞങ്ങൾ പോയിട്ടുണ്ട്, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? വി ആണ് ഞങ്ങൾ. അപ്പോൾ വീയുടെ ഒപ്പം നമ്മൾ ഹാവ് യൂസ് ചെയ്യണം. വി ഹാവ് ഗോൺ എന്നാവും. അതായത് ഗോയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? ഗോൺ എന്നാണ്. ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, നമ്മളെങ്ങനെ പറയാ? ഐ ഹാവ് ഇൻവൈറ്റഡ് എന്നാവും. അപ്പോൾ ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് ഇൻവൈറ്റ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കുമ്പോൾ നമ്മൾ എന്താണ്? ഇ ഡി ആഡ് ചെയ്യണം. അപ്പോൾ ഐ ഹാവ് ഇൻവൈറ്റഡ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ഹാവ് ആണ്, ഓക്സിലറി ആയിട്ട്. അപ്പോൾ ഐ ഹാവ് ഇൻവൈറ്റഡ്. ഇനി നീ കരഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? യു ഹാവ് ക്രൈഡ് എന്ന് പറയും.
മനസ്സിലായില്ലേ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ മുൻപ് ചെയ്തു തുടങ്ങിയ ഒരു പ്രവൃത്തി നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ആ ഒരു പ്രവൃത്തി കുറച്ച് മുൻപ് തുടങ്ങിയതാവാം, കുറച്ച് മണിക്കൂറുകൾ മുൻപ് തുടങ്ങിയതാകാം, ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയതാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം തുടങ്ങിയതാവാം. അപ്പോൾ ആ ഒരു പ്രവൃത്തി നമ്മൾ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയണം. അപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് ഫോം ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് നമ്മൾ എന്താ പഠിച്ചത്? ഏത് സെൻറ്റൻസ് ഫോം ചെയ്യാനാണ് പഠിച്ചത്? അവൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ്. ഇവിടെ നമ്മൾ പറയുന്നത് അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള സ്ട്രക്ചർ എന്താണ്? ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. അത് സെയിം ആണ്, മുൻപുണ്ടായിരുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ സെയിം ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ബീൻ എന്ന് പറയുന്നത് ആ ഒരു പ്രവൃത്തി നമ്മൾ കണ്ടിന്യൂ ചെയ്യണത് കൊണ്ട് നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ഹാസും ഹാവ് എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ ഓൾറെഡി പഠിച്ചു ഹാസും ഹാവും. ഹാസ് നമ്മൾ യൂസ് ചെയ്യുക ഹീ ഓർ ഷീ ആവുമ്പോൾ, ഹാവ് യൂസ് ചെയ്യുന്നത് I, you, we, they ആവുമ്പോൾ ആണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ബീൻ പ്ലസ് വേർബിൻ്റെ കൂടെ ING യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളിങ്ങനെ പറയാം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഷീ ആണ്. ഷീയുടെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ബീൻ എഴുതിയിട്ട് ഇവിടുത്തെ വേർബ് എന്താണ്? ഡു ആണ്. ഡൂവിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? ഷീ ഹാസ് ബീൻ ഡൂയിങ് എന്നാവും. ഇനി നമുക്ക് പറയണം അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. നമ്മൾ എങ്ങനെ പറയാ? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഓക്സിലറി ഏതാണ്? ഹാസ് ആണ്. അപ്പോൾ ഷീ ഹാസ്, പിന്നെന്താ യൂസ് ചെയ്യേണ്ടത്? ബീൻ പ്ലസ് ഇവിടുത്തെ വേർബ് എന്താണ്? പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കണതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? സ്റ്റഡി ആണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ING ആഡ് ചെയ്യുക. അപ്പോൾ സ്റ്റഡിങ്. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് എന്നാവും. ഇനി അവൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾ പറയാം? ഷീ ഹാസ് ബീൻ ഡ്രോയിങ്. ഇനി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനാണ്, അതായത് I ആണ്. അപ്പോൾ I വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാവ് ആണ്. അപ്പോൾ I ഹാവ് ബീൻ. ഇവിടുത്തെ വേർബ് ട്രൈ ആണ്. ട്രൈയുടെ കൂടെ നമ്മൾ ING ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടുക I ഹാവ് ബീൻ ട്രൈയിങ് എന്നാവും. ഇനി നീ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? യു ആണ്. യുവിൻ്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യും പ്ലസ് ബീൻ പ്ലസ് വേർബിൻ്റെ ING. അപ്പോൾ നീ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എഴുതണതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? റൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ING ആഡ് ചെയ്യുക. അപ്പോൾ റൈറ്റിംഗ് എന്നാവും. അപ്പോൾ യു ഹാവ് ബീൻ റൈറ്റിംഗ് എന്നാവും. ഇനി നമുക്ക് പറയണം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഞങ്ങളാണ്. അപ്പോൾ വി ആണ്. അപ്പോൾ വി പ്ലസ് ഇവിടുത്തെ ഓക്സിലറി ഹാവ് ആണ്. ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. അപ്പോൾ ബീൻ, വി ഹാവ് ബീൻ പ്ലേയിങ് എന്നാവും. മനസ്സിലായില്ലേ? അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ദേ, പിന്നെ നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്തു പ്ലസ് വാച്ച് ആണ് ഇവിടുത്തെ വേർബ്. വാച്ചിൻ്റെ ഒപ്പം നമ്മൾ ING ആഡ് ചെയ്തു. അപ്പോൾ ദേ ഹാവ് ബീൻ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. അതുപോലെ തന്നെ അവൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.